വിഗ്രഹമോ പിന്നെ എവിടെയാ വയ്ക്കേണ്ടത്? തെക്കു പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ പണിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പലത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ കടലിൽ കിടപ്പുണ്ട് ഞാൻ. ഒരു കൈയൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലോഹം കൊണ്ടൊന്ന് പരിഷ്കരിച്ച് ശക്തിപ്പെടുത്തിയെടുത്താൽ ഭൂമിദേവിയും ലക്ഷ്മീദേവി സമേതനായി ചതുർബാഹു സമന്വിതനായ ഞാൻ അവിടെ കിടപ്പുണ്ട്, ഒന്ന് വന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അതാണ് ഈ ആറാട്ടുകടവിന് പോണ ആലിയിറക്കത്ത് പോയി കുളിക്കാൻ പോണത്. അവിടെ ചെന്ന് ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അന്നവിടെ ഗോസായിമാരുണ്ടായിരുന്നു, പശുകൃഷിയൊക്കെ നടത്തുന്ന ഗോസായിമാർ. ആ ഗോസായിമാരുൾപ്പെടെ ഉള്ളവർ പോയി അലിയുടെ ഇറക്കം ആലിയിറക്കമായി. ആലോചിച്ച് നോക്കണം, ആലിയിറക്കമായി അവിടെ ചെല്ലുമ്പോൾ മത്സ്യത്തൊഴിലാളികളും സർവ്വ മനുഷ്യരും അങ്ങനെ പൂവിന്റെ അകമ്പടി സേവിച്ച് കിടക്കുന്ന ചതുർബാഹു സമന്വിത ഒരു കൈക്ക് ഒത്തിരി അപകടം പറ്റിയ വിഗ്രഹവും എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഒത്തിരി എല്ലാ അറ്റകുറ്റപ്പണിയും ചെയ്തിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചു ഭൂമിദേവിയും ലക്ഷ്മീദേവിയും. അപ്പോഴും ചോദിച്ചു, ഇനി ബാക്കി പണിഞ്ഞ വിഗ്രഹം എന്ത് ചെയ്യും? അതിനൊരു ഉത്തരം കിട്ടിയത് എന്തെന്നറിയോ? പോയൊക്കെ നോക്കണം. അവിടെ നിങ്ങളൊന്ന് കിഴക്കോട്ട് ആ വിഗ്രഹവുമായി നടക്കുക. നടക്കുമ്പോൾ വടശ്ശേരി കുളത്തുനിന്ന് അകത്തേക്ക് പോകുമ്പോൾ ശ്രീനാരായണപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആ സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് ഒന്നിന്റെയും നിഴല് കാണില്ല. ആ നിഴലില്ലാത്ത സ്ഥലത്ത് ഈ വിഗ്രഹം, ക്ഷേത്രം ഉണ്ടാക്കി വിഗ്രഹം പണിയണം. അതാണ് ശ്രീനാരായണപുരം. വ്യത്യാസം ആലോചിച്ച് നോക്കണം. കിഴക്ക് ഭാഗത്ത് അവിടെ അത്രയും കൃത്യമായി ഭഗവാനെ ഇവിടെ പ്രദർശിച്ചു. ചതുർബാഹു സമന്വിതനായി ഭഗവാനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പം ഹനുമാൻ സ്വാമി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കണം. ഈ ഭഗവാനെ കാണാൻ വരുമ്പം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ നിന്ന് കയറി ഇപ്പം ആ പ്രഹ്ലാദ സ്തുതി എഴുതി വെച്ചിട്ടുണ്ട്, അത് ചൊല്ലിയിട്ട് വേണം വരാൻ. കയറുമ്പം പാദവന്ദനം ചെയ്ത്, ഇവിടെയും പാദവന്ദനം ചെയ്ത്, ആ അശ്വത്ഥത്തിന്റെ ചുവട്ടിലും വന്ദനം ചെയ്ത് ഭഗവാൻ ഹനുമാൻ സ്വാമി തൊഴുതുകൊണ്ട് നിൽക്കുന്ന എന്തെന്നറിയോ? എന്റെ ഭഗവാനെ, ജനാർദ്ദന സ്വാമി സദാ ജാഗരൂകനായിരിക്കുന്നു. ഭഗവാന്റെ ഒരു സ്പന്ദനത്തിൽ പോലും, ഒരു കർമ്മത്തിന്റെ ഒരംശത്തിൽ പോലും ഹനുമാൻ സ്വാമി അങ്ങനെ നിൽക്കുകയാണ്. അവിടെ പാദവന്ദി പലരും കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എല്ലാ തവണയും ഗീത ക്ലാസ്സിലും പറയണ ഒരു പ്രയോജനവും ഇല്ല. ആ ഭഗവാൻ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ കട്ടയുണ്ടല്ലോ, വെറും കല്ലല്ല, ജനാർദ്ദന സ്വാമിയുടെ പാദമാണത്. അത് വന്ദനം ചെയ്തിട്ടാണ്, തൊട്ട് തൊഴുതിട്ടാണ്. ഇത് ലെവല് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ക്രൂരതയാണെന്ന്. അത് ഈ വന്ദനം ചെയ്ത് അകത്തോട്ട് കയറണം. കയറുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ആ വിഗ്രഹത്തിന്റെ, വിഗ്രഹം എന്ന വാക്കിനർത്ഥം വിശേഷമായി ഗ്രഹിക്കേണ്ടത് വിഗ്രഹം. ആ ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന്റെ വലതുഭാഗത്ത് പുരുഷൻ, ഇടതുഭാഗത്ത് സ്ത്രീകൾ. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു വന്നതുകൊണ്ട് അടുത്തേക്കാൻ മടി എന്ന് പറഞ്ഞാൽ വീട്ടിലേ പറ്റൂ, ക്ഷേത്രത്തിൽ പറ്റൂല. കാരണം ഇത് ആചാരാനുഷ്ഠാനത്തിൽ പെട്ടതാണ്. എന്താ തിരുവുത്സവം? ജനാർദ്ദന സ്വാമിയുടെ തിരുവാറാട്ട്, തിരുവെഴുന്നള്ളത്ത്, തിരുവുത്സവം. ഇന്ന് മീനമാസം 18-ാം തീയതി ബുധനാഴ്ച, ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ 10 ദിവസമായി ഇവിടെ സംഭവിച്ചതറിയോ? ഏത് ക്ഷേത്രത്തിലും തിരുവുത്സവം എന്തെന്നറിയോ? സ്റ്റേജിൽ നടത്തുന്ന പ്രോഗ്രാമുകളല്ല, അതിന്റെ ഭാഗം മാത്രമാണ്. ഇവിടെ ജനാർദ്ദന സ്വാമിയെ, ചതുർബാഹു സമന്വിതനായ ജനാർദ്ദന സ്വാമിയെ എവിടെയും ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അഷ്ടബന്ധമിട്ടുകൊണ്ട് പ്രതിഷ്ഠിക്കും. അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ വിഗ്രഹം പീഠത്തിൽ ബലപ്പിക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ, പീഠത്തിൽ ബലപ്പിക്കുന്നതാണ് അഷ്ടബന്ധം. അതൊരു പശ പോലെയാണ്. ആ പീഠത്തിൽ ഈ വിഗ്രഹം എടുത്ത് ബലപ്പിച്ചു വയ്ക്കും. 11 വർഷമാകുമ്പോൾ അഷ്ടബന്ധത്തിന് ഒരു ആടിയുളച്ചിൽ വരും. അഷ്ടബന്ധത്തിന് ആടിയുളച്ചിൽ വന്നാൽ ഭക്തന്മാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അഷ്ടബന്ധം വീണ്ടും അവിടെ അഷ്ടബന്ധ പൂജ നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അഷ്ടബന്ധം ബലപ്പിച്ചുകൊണ്ട് അവിടെ വിഗ്രഹം, അതിന്റെ വലതുഭാഗത്ത് പുരുഷൻ, ഇടതുഭാഗത്ത് സ്ത്രീകൾ. ആ മതിൽക്കെട്ട്, ഈ കാണുന്ന ചുറ്റുവട്ടത്തെ മതിൽക്കെട്ടുണ്ടല്ലോ, താവുക്കെട്ട് കെട്ടിയിരിക്കുന്നതല്ല. ഭഗവാന്റെ ഏതൊരു ക്ഷേത്രത്തിലെയും കുടികൊള്ളുന്ന ദേവന്റെ, ദേവിയുടെ കരവലയങ്ങളാണ്. ഇതിനകത്ത് കയറിപ്പോയാൽ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ കുടികൊള്ളുന്ന ഭഗവാനെ കുറിച്ച് മാത്രം. ആ അകത്ത് കയറി വലതും ഇടതുമായി സ്ത്രീകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
സ്ത്രീകളും പുരുഷന്മാർ ഒരു കാരണവശാലും 80% പേരും എഴുത്ത് വായിക്കില്ല. വായിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ സൗകര്യമില്ലെന്ന് പറയും. നമ്മൾ എവിടെയും നിൽക്കുമോ? മനസ്സിലായില്ലേ? ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് പറയാം. അതായത് വ്യവസ്ഥയാണ്, അനുഷ്ഠാനമാണ്. അവിടെ ചെന്ന് കയറിയാൽ, ഈ പാദവന്ദനം ചെയ്ത് അകത്ത് കയറിയാൽ, പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഇതിനുമപ്പുറം എനിക്കൊന്നും പറഞ്ഞു തരാനില്ല. ഭഗവാന്റെ മൂലമന്ത്രം ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ 9 പ്രാവശ്യം കിഴക്കോട്ട് ശുദ്ധീകരിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കണം. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ, ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. എത്ര പ്രാവശ്യം ജപിക്കാമോ അത്രയും. നിങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ പാദവന്ദനം ചെയ്ത് ഹനുമാൻ സ്വാമിയെ മടങ്ങി കയറുമ്പോൾ അവിടെ അജ്ഞാത വിരചിതമായി ഭഗവാനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സർവജ്ഞ പീഠക്കരെ ആദിശങ്കരൻ ഈ ഭഗവാനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. വാക്കിന് വഴങ്ങാത്ത ഭക്തി സാന്ദ്രത പൂർണ്ണിമയിൽ എത്തി നിൽക്കുന്ന വാക്കുകൾ. ആ അകത്ത് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്നിട്ട് പ്രദക്ഷിണം ചെയ്യണം. പ്രദക്ഷിണം എന്ന വാക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള അർത്ഥം ചുറ്റുക എന്നാണ്. പ്ര എന്നാൽ ഉത്കണ്ഠ, ദ എന്നാൽ ഒഴിവാക്കുക, ക്ഷി എന്നാൽ രോഗം, ന എന്നാൽ നാം ആനന്ദം. ആനന്ദം ഉണ്ടാകണം. എന്ത്? രോഗവും ഉത്കണ്ഠയും മാറ്റി ആനന്ദം ഉണ്ടാകണം. അതാണ് പ്രദക്ഷിണം. ആലോചിക്കണം. ഗണപതി ഭഗവാൻ ഒരു പ്രദക്ഷിണം. ഓം ഗണപതേ നമ. ശിവഭഗവാന് അർത്ഥചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം. ഓം ഒളിച്ചു കടന്നുകൂടാ. നമശിവായ 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 3 പ്രദക്ഷിണം. ഭദ്രകാളിക്ക് 4 പ്രദക്ഷിണം. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഭദ്രകാളി, ല എന്ന അക്ഷരം മലയാള ഭാഷയിൽ മാത്രമേ ഉള്ളൂ. കാളിയല്ല, കാലി, കാലം. കാലത്തിനെ ഭദ്രമാക്കുന്നവൾ ഭദ്രകാളി. നമ്മൾ ചൊല്ലുമ്പോൾ ഓം ഹ്രീം ഭദ്രകാളിയേ നമ, ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ നമ. ചേർത്ത് ചൊല്ലുമ്പോൾ 3 കൂടി ചേർത്ത് ചൊല്ലുമ്പോൾ നാരായണ കവചം. ഈ സമാനതകളില്ലാത്ത ഈ ബ്രഹ്മക്ഷേത്രത്തിൽ മൂലമന്ത്രം ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. ഇങ്ങനെ ചൊല്ലി മടങ്ങിയെത്തി 4 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഏത് ക്ഷേത്രത്തിലാണോ മുരുകന്റെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ 5 പ്രദക്ഷിണം, മുരുകന്റെ ക്ഷേത്രത്തിൽ 6 പ്രദക്ഷിണം, ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ 7 പ്രദക്ഷിണം. ദുർഗ എന്ന വാക്കിന്റെ അർത്ഥം ദുർഗതി മാറ്റിത്തരുന്നവൾ എന്നാണ്. അതുകൊണ്ട് ഓം ദുർഗായേ നമ എന്ന് ചൊല്ലണം. ഒരു സ്ത്രീയായി ജനിച്ചിട്ടുള്ളവരെ 9 പ്രാവശ്യം ശുദ്ധി അശുദ്ധി മാറി 12ാമത്തെ ദിവസം തൊട്ട് തിരിച്ചു. വല്ലപ്പോഴും അമ്പലത്തിൽ പോയി ഇങ്ങനെ അടിച്ചിട്ട് പോയോണ്ടൊന്നും കാര്യമില്ല. കൃത്യമായി മന്ത്രം ജപിക്കണം. ഓം ദുർഗായേ നമ, ദുർഗായേ നമ. അരയാലിനായി അരയാലിന് 7 പ്രദക്ഷിണം. ഇതാണ് പ്രദക്ഷിണം. ഇവിടെ 4 പ്രദക്ഷിണം വയ്ക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കുന്നു. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്ന് ചൊല്ലുന്നു. അപ്പോഴും പ്രസാദം തരും. ഏത് ക്ഷേത്രത്തിലെയും പോലെ 3 സാധനങ്ങളാണ് നമുക്ക് തരുന്നത്. വളരെ സൂക്ഷ്മമായതുകൊണ്ടാണ് ഞാൻ എടുത്തെന്ന് പറയുന്നത്. 3 സാധനം: തീർത്ഥം, ചന്ദനം, പൂവ്. തീർത്ഥം എച്ചിലാക്കാതെ കുടിക്കണം. ഇങ്ങനെ കുടിച്ചിട്ട് ചിലരൊക്കെ തീർത്ഥം കയ്യിൽ മേടിച്ചിട്ട് പച്ചരമ്പ് കടിച്ചതുപോലെയാണ് കുടഞ്ഞു കളയാൻ. അമ്മക്ക് സൗകര്യമില്ല കേട്ടോ. തീർത്ഥവും പ്രസാദവും ചന്ദനവും എന്തെന്നറിയോ? ഇവിടെയാണെന്നാണ് തരുന്നതെങ്കിൽ ജനാർദ്ദന സ്വാമിയുടെ ശരീരഭാഗമാണത്. പ്രസാദിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ ശരീരഭാഗം നിങ്ങൾക്ക് തന്നുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് പ്രസാദം. ചന്ദനം. ചന്ദനമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത്, മിക്കവാറും സ്ഥലത്ത് കാണും. ചന്ദനം ഇടുന്നത് കണ്ടത് എങ്ങനെയെന്നറിയോ? ആൺകുട്ടികളാണെങ്കിൽ വേണ്ടതില്ലെന്ന് വയ്ക്കാം. അതുകൊണ്ട് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കി എണ്ണച്ചിലൊക്കെ വരയിടും പോലെ ഇങ്ങനെ ഇങ്ങനെ ചന്ദനം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഞൊട്ടി അങ്ങ് കളഞ്ഞു. ഏത്? ഈ ചന്ദനത്തിന്റെ അംശം എന്താണെന്നറിയാലോ? തീർത്ഥം എച്ചിലാക്കാതെ കുടിക്കണം. ചെവിയിൽ പൂ വയ്ക്കണം എന്നാണ് കളിയാക്കി ചോദിക്കുന്നത്. അതല്ല, ശബ്ദത്തിന്റെ പ്രതീകമാണ് ചെവിയിൽ പൂ വയ്ക്കുന്നത്. ശബ്ദം, നല്ല വർത്തമാനങ്ങളെ കേൾക്കാവൂ, മറ്റൊന്നും നമുക്ക് കേട്ടൂടാ. 1994 ജൂൺ മാസം 26-ാം തീയതി ഞാനൊരു വർത്തമാനം എന്റെ ചെവി കൊണ്ട് കേട്ടു. ഇന്ന് എത്രയായി? 2026 ഏപ്രിൽ 1 ആകുമ്പോഴും ആ കേട്ട വാർത്തയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ മനസ്സിനെ ഇടിച്ചു പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീത 12 വർഷമായി പഠിപ്പിക്കുന്നു. ഹരിനാമകീർത്തനം, ശ്രീമദ് ഭാഗവതം, എല്ലാം. പക്ഷേ കൂടെ ഇങ്ങനെ ഉയർത്തി വരുന്ന ആ മുഖമുണ്ടല്ലോ, അത് ചെവിയിൽ കേട്ട വാർത്തയുടെ മുഖം. ആ
ആ ആളിന്റെ മുഖം എൻ്റെ ജ്യേഷ്ഠൻ അകാലത്തിൽ വിയോഗം പ്രാപിച്ച മുഖം. ആ മുഖം ഒരിക്കലും എന്തിയില്ല. ഭഗവാന് പോലും ദുഃഖം മാറ്റാൻ പറ്റില്ല. ആ ദുഃഖം ഇപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷേ നാമമന്ത്രങ്ങളുടെയും ഇതുപോലുള്ള ആത്മീയ പഠനങ്ങളുടെയും സഞ്ചാരത്തിന്റെയും പരിണത ഫലമായി ശാന്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് പ്രത്യേകത. അപ്പോഴങ്ങനെ ഇതെല്ലാം വാങ്ങിവെക്കുന്നു. നല്ല ശബ്ദം കേൾക്കണം. തലച്ചോറിന് പുണ്യം പകരാൻ, തണുപ്പ് വരാൻ ചന്ദനം. ഇവിടെ സഹസ്രാത, ഇവിടെ ഏറ്റവും ഒടുവിൽ കുണ്ടലിയിൽ നിന്നെടുക്കുന്ന ശക്തി ഏറ്റവും ഒടുവിൽ ശ്വാസം പോകുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് ശ്വാസം പോകുമ്പോഴാണ് കൃത്യമായി അവിടെ തണുപ്പ് കൊടുക്കുന്നത്. പണ്ടത്തെ അമ്മമാരൊക്കെ കുളിപ്പിക്കാൻ അറിയാം. ഇപ്പം ഇങ്ങനെ നട്ടലിങ്ങനെ വളച്ച് നട്ടല് കൃത്യമായി കശേരിക്കൾ വച്ചിട്ട് ഏറ്റവും ഒടുവിൽ തലയുടെ പതപ്പ് എന്ന് പറയും, അവിടെ ഒന്ന് ഊതിക്കൊടുക്കും. ആ ഊതിക്കൊടുക്കുമ്പോഴുള്ളൊരു ചൈതന്യമുണ്ടല്ലോ,